സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഈ വേദിയിൽ സംസാരിക്കാനൊന്നും ആയിട്ടില്ല, പക്ഷെ ഞാനൊരു സിൻസിയർ സ്റ്റുഡൻ്റാണ്. ആചാര്യ 2022 തൊട്ട് പരിചയമുള്ളതാണ്. നിങ്ങൾ ജലഹരി ഇപ്പോൾ ബാംഗ്ലൂരിൽ എവിടെ വന്നു കഴിഞ്ഞാലും ആചാര്യനെ പോയി കാണും. എല്ലാ പ്രഭാഷണങ്ങളിലും പങ്കുകൊള്ളാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാറുള്ളതാണ്. പിന്നെ പാലക്കാടിനിപ്പോൾ ഞാൻ പാലക്കാട് സ്വദേശിയാണ്, ഞാൻ പുത്തനൂരിൽ നിന്നാണ്. പാലക്കാട് എവിടെയെങ്കിലും സത്സംഗം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ ഈ പ്രൊഫഷൻ എൻ്റെ ജോലി കഴിഞ്ഞ ശേഷം 2022 തൊട്ടാണ് ഈ പരിപാടിയിലോട്ട് വന്നിരിക്കുന്നത്. അധ്യാത്മിക അതിന് മുമ്പ് ഉണ്ടായിരുന്നു, ദൈവഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. തന്നെ നമ്മുടെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ തിരുവനന്തപുരം തന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു അസറ്റാണെന്ന് പറയാം. ഞാൻ പഠിതാക്കൾക്ക് തരുന്ന ഒരു ചെറിയ കൂടുതൽ എന്നാൽ ഞാൻ ഈ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഫാക്കൽറ്റിയായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോകാറുണ്ട്. ശ്രീധരീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ ഒരിക്കലും ബോറാകില്ല. ഈവൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് കേൾക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, ഉറങ്ങാതെ നമുക്ക് കേൾക്കാൻ പറ്റും. എന്തായാലും ഒന്ന് അക്ഷരസ്ഫുടത, രണ്ട് എങ്ങനെയാണ് ആചാര്യൻ നമ്മുടെ നിത്യജീവിതത്തിനോടുകൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മളിൽ എത്തിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മഹാത്മ്യം, ഞാൻ പറയുകയാണെന്നുള്ള ഒരു 10 പ്രാവശ്യം പോലും കേൾക്കണം മഹാത്മ്യം ഞാൻ ഏതിലും കേട്ടിട്ടില്ല. പല ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞതിന് ശേഷം പല യൂട്യൂബുകൾ, പലരുടെയും പ്രഭാഷണങ്ങൾ, ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് മഹാത്മ്യത്തിനെ പഠിപ്പിക്കുന്നതും ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആരും പഠിപ്പിക്കുന്നുണ്ടാവില്ല. മഹാത്മ്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കറിയാം ഇതിൻ്റെ വേറെ എത്രത്തോളം ഊന്നി നിൽക്കുകയാണ് നമ്മൾ. രണ്ടാമത് എക്സാംസ് ഉണ്ട്, നമുക്ക് അധിക സൺഡേയിലും ഉണ്ടാവും. അതൊരു റിവിഷനാണ്. അപ്പോൾ ഈ യൂട്യൂബിൽ കേട്ട് കഴിഞ്ഞാലുണ്ടോ നമ്മൾ ചെറുതായിട്ട് നോട്ട്, നമ്മൾ കുട്ടികളാവും, അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ്, നമ്മുടെ കയ്യക്ഷവും നല്ലതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തലയിലെടുത്ത് എഴുതിയിരിക്കുകയും ചെയ്തിട്ടുണ്ടാവുക, അപ്പോൾ നമുക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. ഇതിൽ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതൊരു റിവിഷന്മാരെയാണ്. ഞാനത് വളരെ എൻജോയ് ചെയ്യുന്നതാണ്. നല്ല എക്സാം എന്തെങ്കിലും കാരണവശാൽ സമയമില്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. സമയം എല്ലാവരും 24 മണിക്കൂറുകളും നമ്മൾ സമയം ഉണ്ടാക്കണം. സമയം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ വിടരുത്. ഞാൻ ചില സമയം അതിനോട് പറയാറുണ്ട്, ഞാൻ കുറച്ച് ബാക്ക്ലോഗാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചില കാര്യങ്ങളുണ്ട്, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി.